ഹിഷാം ഇബ്നു ഉർവ അദ്ദേഹം പറയുന്നത്, തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ ഖാല ലാ തംതനി മിൻ ഷൈഇൻ യുഹിബ്ബാനിഹി. ഇസ്ലാം ഹറാമാക്കാത്ത ഒരു ആഗ്രഹം ഉമ്മയും ഉപ്പയും പറഞ്ഞാൽ അത് സാധിപ്പിച്ചു കൊടുക്കണം. ശരിക്കും ശ്രദ്ധിക്കുക. ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യമാണോ പറയുന്നത്? അനുസരിക്കാൻ പാടില്ല. എന്നാൽ ഇസ്ലാം ഹറാമാക്കാത്ത ഒരു കാര്യം അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു പക്ഷെ അതിനോട് താല്പര്യം ഉണ്ടാവില്ല, അഭിപ്രായം ഉണ്ടാവില്ല, ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ എന്നാലും അവർക്കത് സാധിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ അതിന് അർത്ഥമില്ല. നമ്മുടെ ഇഷ്ടത്തോട് യോജിക്കുന്നത് അവർ പറഞ്ഞാൽ മാത്രം നമ്മൾ അനുസരിക്കും. ഇല്ലെങ്കിൽ അതിനൊക്കെ തർക്കുത്തരം പറഞ്ഞു, ന്യായങ്ങൾ പറഞ്ഞു, അവരുടെ ആഗ്രഹങ്ങളെ അടച്ച് അധിക്ഷേപിച്ച് അതിനെല്ലാതാക്കുകയാണെങ്കിൽ പിന്നെ മാതാപിതാക്കളോടുള്ള ബഹുമാനം, ആദരവ്, സ്നേഹം, ദയാവായ്പ്, റഹ്മത്ത് ഇതിനെന്ത് പ്രസക്തിയാണുള്ളത്? നാം നമ്മുടെ ഭാര്യയുടെയും നമ്മുടെ മക്കളുടെയും ഇഷ്ടം മാത്രമാണ് അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതെങ്കിൽ പിന്നെ ഈ കാരുണ്യത്തിന്റെ പ്രസക്തി എന്താണുള്ളത്? അങ്ങനെയല്ല. നമുക്ക് ഒരു പക്ഷേ ഇഷ്ടം ഉണ്ടാവില്ല, നമ്മുടെ ഇണകൾക്ക് താല്പര്യം ഉണ്ടാവില്ല, മക്കൾക്ക് അഭിപ്രായം ഉണ്ടാവില്ല. പക്ഷെ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, വയസ്സാം കാലത്ത് ആണോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എന്നൊക്കെ ചോദിച്ച് അവരെ വിഷമിപ്പിക്കല്ല വേണ്ടത്, അത് സാധിപ്പിച്ചു കൊടുക്കുക. കാരണം കുഞ്ഞു പ്രായത്തിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ മാക്സിമം അവരത് സാധിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു കുട്ടി ആവശ്യപ്പെടുന്നതൊക്കെ അവർ വാങ്ങിക്കൊടുക്കുകയാണ്. എനിക്ക് അത് വേണമെന്ന് പറയും, അത് വാങ്ങിക്കൊടുക്കും. അത് ഉച്ചയാകുമ്പോഴേക്കും അവൻ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വേറൊന്ന് വേണമെന്ന് പറയും, നമ്മളത് വാങ്ങിക്കൊടുക്കും. നമ്മുടെ മക്കളുടെ ഏത് ആഗ്രഹങ്ങളാണ്? കയ്യിൽ പൈസ ഇല്ലെങ്കിൽ മാത്രം ചെയ്തു കൊടുത്തിട്ടില്ല എന്നല്ലാതെ. എന്നാൽ പലരും കടം വാങ്ങിയൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്ന ആ ഉമ്മയും ഉപ്പയും വാർദ്ധക്യത്തിൽ അവരുടെ ഒരു ആവശ്യം പറയുമ്പോൾ, അവരുടെ ഒരു ഇഷ്ടം പറയുമ്പോൾ എന്തൊക്കെ വർത്തമാനങ്ങളാണ് മക്കൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പാടില്ല. നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറക് അവർക്ക് താഴ്ത്തി കൊടുത്തിട്ട് അവർ കേൾക്ക പ്രാർത്ഥിക്കണം എന്നാണ് ചില ഉലമാക്കൾ പറഞ്ഞത്. വഖുൽ, നിങ്ങൾ പറയണം എന്നാണ്, റബ്ബി റഹമുഹുമാ കമാ റബ്ബയാനി സഗീറ. പരിശുദ്ധ ഖുർആനിൽ മാതാപിതാക്കൾക്ക് വേണ്ടി വന്ന പ്രാർത്ഥനകളിൽ അതിഗംഭീരമായ പ്രാർത്ഥനയാണ്. നിങ്ങൾ നോക്കൂ, കുറഞ്ഞ വാക്കുകളേ ഉള്ളൂ. റബ്ബി, എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ. അതൊരു വിളിയാണ്, പടച്ചോനെ മനസ്സിൽ തട്ടിയുള്ള വിളിയാണ്. റബ്ബി റഹമുഹുമാ, അവരോട് നീ കരുണ കാണിക്ക് റബ്ബേ. എന്റെ മാതാപിതാക്കളോട് നീ റഹ്മത്ത് കാണിക്ക് റബ്ബേ. കമാ റബ്ബയാനി സഗീറ, ചെറിയ പ്രായത്തിൽ അവർ ഞങ്ങളെ പോറ്റി വളർത്തിയതുപോലെ. തർബിയത്ത് എന്ന് പറഞ്ഞാൽ മക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു ടാസ്ക്കാണ്, വളരെ വലിയൊരു പ്രവൃത്തിയാണ് മക്കൾക്ക് തർബിയത്ത് നൽകുക. അതുകൊണ്ട് നോക്കൂ, ചെറുപ്പത്തിൽ അവർ ഞങ്ങളോട് കരുണ കാണിച്ചതുപോലെ നീ അവരോട് കരുണ കാണിക്കണേ എന്ന് പറയാതെ, ചെറുപ്പത്തിൽ അവർ ഞങ്ങളെ പോറ്റി വളർത്തിയതുപോലെ നീ അവരോട് റഹ്മത്ത് കാണിക്കണേ എന്ന് പറഞ്ഞത്, അതിന്റെ അർത്ഥം ആ തർബിയത്ത് റഹ്മത്തിന്റെ ഭാഗമാണ്. അതിലെ ഓരോ സെക്കൻഡുകൾക്കും റബ്ബേ നീ പ്രതിഫലം കൊടുക്കണേന്നാണ്. അവർ ഒഴിവാക്കിയ ഓരോ ഉറക്കത്തിനും, കാരണം ഒരുപാട് ഉറക്കമൊഴിയും, അവർ ഒരുപാട് കഷ്ടപ്പെടും, ഒരുപാട് അധ്വാനിക്കും. പല ആളുകളുടെയും മുമ്പിൽ കൈനീട്ടിയിട്ടുണ്ടാകും മക്കൾക്ക് വേണ്ടി, അവരുടെ ചികിത്സക്ക് വേണ്ടി. അതുകൊണ്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, അത് നിനക്കാണ് അറിയുന്നത്. കമാ റബ്ബയാനി സഗീറ, ചെറിയ പ്രായത്തിൽ എന്നെ എന്റെ മാതാപിതാക്കൾ സ്നേഹത്തോടു കൂടി വളർത്തിയതുപോലെ റഹ്മാനായ റബ്ബേ നീ അവരോട് കരുണ കാണിക്കണേ എന്നാണ്.